1.5 മാർക്ക് കുറഞ്ഞതിന് ഒരു 14-കാരിയെ സ്കൂളിലെ അധ്യാപിക ക്രൂരമായി മാനസിക പീഡനം നടത്തി കൊലയ്ക്ക് കൊടുക്കുക. ശ്രീകൃഷ്ണപുരത്താണ് ഈ ക്രൂരത അരങ്ങേറിയത്. ആ പെൺകുട്ടിയുടെ പേര് ആഷിർ നന്ദ എന്നാണ്. ആലോചിച്ച് നോക്കുക, 14 വയസ്സുകാരി 9ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. എന്നിട്ട് ആ പെൺകുട്ടിയോട് അധ്യാപിക പറഞ്ഞു, 1.5 മാർക്ക് കുറഞ്ഞു, നീ ഇനി വീണ്ടും 8ാം ക്ലാസ്സിൽ പോയിരുന്നോ. എന്നിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു? ക്ലാസ് മാറ്റിയെന്ന് പറഞ്ഞാൽ പഠനത്തിൽ നിലവാരം കുറഞ്ഞ കുട്ടികൾ ഉള്ള ക്ലാസ്സിലേക്ക് മാറ്റി. ആ കുട്ടിയുടെ കൂട്ടുകാരികളുള്ള ക്ലാസ്സിൽ നിന്ന് മാറ്റി. എന്നിട്ട് പറഞ്ഞു, 8ാം ക്ലാസ്സിൽ പോയിരുന്നോ. എത്ര മാർക്കാണ് കുറഞ്ഞത്? 1.5 മാർക്ക്. അത് എപ്പോഴാണ്? ഓണപ്പരീക്ഷ ആയിട്ടില്ല. അൺഎയ്ഡഡ് സ്കൂളാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ആ സ്കൂളിന്റെ പേരെന്താണ്? സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം കോൺവെന്റ് സ്കൂള്. കേട്ടോണം, ശ്രീകൃഷ്ണപുരത്തെ സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. മനുഷ്യരുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെയൊക്കെ ആ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സർക്കാർ സ്കൂളിൽ കൊണ്ടാക്കണം. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്ന സ്കൂളുകളിൽ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. LKG മുതൽ +2 വരെ നീളുന്ന പീഡനമാണ്, മാനസിക പീഡനം. എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? LKG-കാരന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചില അധ്യാപകർ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പാഠങ്ങൾ ഹൃദയസ്ഥമാക്കുന്നതിന് വേണ്ടി, അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവൻ്റെ മാർജിനിൽ ഒരു സ്റ്റാർ, അല്ലെങ്കിൽ അവനൊരു കാറ്, ഒരു മരം ഒക്കെ വരച്ചു കൊടുക്കും. ആ മോൻ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, എഴുതുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. അവനപ്പോൾ കൂടുതൽ ഇഷ്ടം തോന്നും ആ അധ്യാപികയോട്, അല്ലെങ്കിൽ ആ അധ്യാപിക പഠിപ്പിക്കുന്ന രീതിയോട്. അവൻ ചിലപ്പോൾ എഴുതുന്നതിൽ തെറ്റുണ്ടാകാം, പിശകുണ്ടാകാം, അതൊക്കെ ഒന്ന് തിരുത്തി കൊടുത്തിട്ട് ആ മോൻ നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ അധ്യാപിക അങ്ങനെ ഒരു പ്രോത്സാഹന സമ്മാനം, ഒരു സ്റ്റാർ വരച്ചു കൊടുക്കുമ്പോൾ അവനത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ അവനോട് പറയുക, അവൻ നല്ല മിടുക്കനാണല്ലോ എന്ന് പറയുമ്പോൾ അവനുണ്ടാകുന്ന ആത്മസന്തോഷവും ആ ടീച്ചറിനുണ്ടാകുന്ന ഇഷ്ടമൊക്കെ അത് ഒരു രസം തന്നെയാണ്. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്ന അധ്യാപികമാരുണ്ട്. ചില അധ്യാപികമാർ കടുംപിടുത്തമാണ്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ അവരെ വഴക്ക് പറയും, ശാഠ്യം പിടിക്കും. LKG-കാരനാണ്, അല്ലെങ്കിൽ UKG-കാരനാണ്, UKG-കാരിയാണ്. അവരെടുത്താണ് ഈ ടീച്ചർമാർ മൽപ്പിടുത്തം നടത്തുന്നത്. മാർജിനിൽ ഒരു സ്റ്റാർ വരച്ചാൽ ഈ ടീച്ചറിനെ പ്രിൻസിപ്പൾ ഷൗട്ട് ചെയ്യും. അതാണ് അവസ്ഥ. ഏത്? അൺഎയ്ഡഡ് സ്കൂളുകളിലെ അവസ്ഥ. മാനേജ്മെന്റ് സ്കൂളുകളിൽ അധ്യാപികമാരും അധ്യാപകന്മാരും കുട്ടികളോട്, LKG UKG-യിൽ പഠിക്കുന്ന കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് മുതിർന്ന ക്ലാസ് +2 വരെയും ഇതേ ക്രൂരതയാണ് ഇതേ സ്കൂളുകളിൽ നടക്കുന്നത്, ഇമാതിരി സ്കൂളുകളിൽ നടക്കുന്നത്. LKG മുതൽ +2 വരെയും ഇമാതിരി ക്രൂരത ഇതേ സ്കൂളുകളിൽ അരങ്ങേറുന്നുണ്ട്. ടീച്ചർമാര് പഠിച്ചു വരുന്നത് ഇങ്ങനെയാണ്. LKG-കാരന്റെ മാർജിനിൽ ഒരു സ്റ്റാർ വരച്ചാൽ പ്രിൻസിപ്പൾ ഈ ടീച്ചറിനെ ഷൗട്ട് ചെയ്യും. ഒരു സ്റ്റാർ വരച്ചാൽ, അല്ലെങ്കിൽ ഒരു കാറ് സമ്മാനമായി കൊടുത്താൽ. അങ്ങനെ കൊടുക്കുന്ന ടീച്ചർമാരോടും അങ്ങനെ വരച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ടീച്ചർമാരോടും ഈ കുട്ടികൾക്ക് അമിതമായ ഇഷ്ടവും ആ പാഠഭാഗങ്ങൾ ഹോംവർക്ക് ചെയ്യാനും പഠിക്കാനുമുള്ള ഇഷ്ടമൊക്കെ വളരെ കൂടുകയും ചെയ്യും. അങ്ങനെ പഠിക്കുന്ന കുട്ടികളും ധാരാളമാണ്. പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഈ വരച്ചു കൊടുക്കാത്തയും പ്രോത്സാഹിപ്പിക്കാത്തയും ടീച്ചർമാരുടെ പുസ്തകമോ വീട്ടിൽ വന്ന് തുറന്നു നോക്കാത്ത കുട്ടികളുമുണ്ട്. അങ്ങനെയുള്ള രക്ഷകർത്താക്കളെയും കുട്ടികളെയും ഒക്കെ എനിക്കറിയാം. കാരണം ഞാനും അങ്ങനെയുള്ള അധ്യാപകരുമായിട്ടും രക്ഷകർത്താക്കളുമായിട്ടൊക്കെ ഇടപെടുന്ന വ്യക്തിയാണ്. പാഠ്യപദ്ധതിയുമായി ഇടപെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം. സ്കൂളുകളുമായി ഇടപെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. ശ്രീകൃഷ്ണപുരത്ത് നിങ്ങളുടെ മക്കളെ വേറെ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്നതാകും നല്ലത് എന്ന് പറയുന്നതിലും എനിക്ക് ഒരു അറപ്പുമില്ല. കാരണം അത്രമാത്രം ക്രൂരതയാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇനി ഈ അധ്യാപകരെ, ഈ പറഞ്ഞ ആരോപണ വിധേയരായ ജോയ്സി എന്ന പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. പിരിച്ചുവിട്ടു. പിന്നെ ഒരു സ്റ്റെല്ല ബാബു ഹെഡ്, അവരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. ഒരു തങ്കം ടീച്ചർ, അവരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു മാനേജ്മെന്റ്. നിങ്ങൾ നോക്കിക്കൊള്ളു, നിങ്ങൾ ചെവിക്ക് നുള്ളിക്കൊള്ളുക. ഈ പോലീസ് എൻക്വയറിയൊക്കെ കഴിഞ്ഞു പോകും. നഷ്ടപ്പെട്ട കുട്ടിയെ രക്ഷകർത്താക്കൾക്ക് നഷ്ടപ്പെട്ടു. പോലീസ് എൻക്വയറി കഴിഞ്ഞു പോകും. ഇതേ അധ്യാപികയും ഇതേ സ്റ്റെല്ലയും ഇതേ പ്രിൻസിപ്പൽ ജോയ്സിയും അവിടെ വരും. ഇതേ സ്കൂളിൽ തന്നെ തിരിച്ചു വരും. ഇതേ സ്കൂളിൽ തന്നെ തിരിച്ചു വന്നിട്ട് കേക്ക് മുറിക്കും, ആഘോഷിക്കും, സന്തോഷിക്കും. എന്തുകൊണ്ട്? അൺഎയ്ഡഡ് സ്കൂളാണ്. ഒരുത്തൻ ചോദിക്കാനുണ്ടാകില്ല. ഇപ്പോൾ കൊടി പിടിച്ച് സമരം ചെയ്ത SFI-യും KSU-യും ABVP ഒന്നും അപ്പോൾ കാണില്ല. അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് കേരളമെങ്ങുമുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിൽ നടക്കുന്ന ക്രൂരതയെക്കുറിച്ചാണ്. അധ്യാപകന്മാരും അധ്യാപകയത്തികളും കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഇങ്ങനെ നിങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടല്ല പിള്ളേരെ പഠിപ്പിക്കേണ്ടത്. ശ്രീകൃഷ്ണപുരത്ത് നടന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. പെൺകുട്ടി 14 വയസ്സ്, 8ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായി 9ാം ക്ലാസ്സിൽ എത്തുന്നു. ഓണപരീക്ഷ പോലും എത്തിയിട്ടില്ല. ക്ലാസ് ടെസ്റ്റിൽ
ക്ലാസ് പരീക്ഷയാണ്, മെഡിക്കൽ എൻട്രൻസ് അല്ല, എഞ്ചിനീയറിംഗ് എൻട്രൻസ് അല്ല. 1.5 മാർക്ക് കുറഞ്ഞതിന് കുട്ടിയോട് പറയുകയാണ്, അധ്യാപിക പറയുകയാണ്, തങ്കം ടീച്ചർ പറയുകയാണ്. തങ്കം എന്ന് പറയുമ്പോൾ തങ്കപ്പെട്ട മനസ്സെന്നൊക്കെ നമ്മൾ കരുതുന്നില്ല. തങ്കം ടീച്ചർ പറഞ്ഞു, പോയി 8ാം ക്ലാസ്സിൽ ഇരിക്കണം, നീ നിന്റെ നിലവാരം കുറഞ്ഞ. ഈ നിലവാരം കുറഞ്ഞ എന്ന വാക്ക് പോലും തെറ്റാണ്. പഠിക്കാൻ മോശമായ കുട്ടികൾക്ക് പ്രത്യേക ഡിവിഷൻ, അത് തന്നെയും ക്രൂരതയല്ലേ? അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ സ്കൂളിൽ? പഠിക്കാൻ നിലവാരം കുറഞ്ഞ പിള്ളേർക്ക് വേറെ ക്ലാസ്, അങ്ങനെ പറ്റുമോ? അങ്ങനെയുള്ള ക്ലാസ്സിൽ കൊണ്ടിരുത്തി ഈ പെൺകുട്ടിയെ അവളുടെ കൂട്ടുകാരികളിൽ നിന്ന് അകറ്റി. കഴിഞ്ഞ 23 നിലമ്പൂരിൽ വോട്ടെണ്ണൽ നടക്കുന്നു. അതേ 23 ഈ കുട്ടിയുടെ മനസ്സ് കടന്ന് പുകയുകയാണ്. എന്നിട്ട് ആ കുട്ടി വീട്ടിൽ വന്നു. ആര്യാനന്ദ, ആ കുട്ടിയുടെ അനിയത്തിയോട് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സങ്കടപ്പെട്ടു. എന്നിട്ട് വീട്ടിന്റെ മുകളിലത്തെ നിലയിൽ പോയി പ്രശാന്ത്, ജിത, അമ്മയും അച്ഛനും വീട്ടിലുണ്ടായിരുന്നിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനും അമ്മയും വരുമ്പോൾ മകൾ മരിച്ചു. ഒരു ഷോളിന്റെ തുമ്പിൽ മകൾ തൂങ്ങി നിൽക്കുന്നു, മരിച്ചു പോയിരിക്കുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ അറിയുന്നു, സ്കൂളിൽ ക്ലാസ് മാറ്റിയിരുത്തി 1.5 മാർക്ക് കുറഞ്ഞതിന് ടീച്ചർ ശാസിച്ചു. 8ാം ക്ലാസ്സിൽ പോയിരിക്കണമെന്ന് പറഞ്ഞു. കൊച്ചു പെൺകുട്ടിയല്ലേ, കുട്ടി എന്ത് ചെയ്യും? കുട്ടിക്കറിയാമോ മറ്റേ ആത്മഹത്യയൊന്നുമല്ല ഒന്നിനും പരിഹാരം, ഇന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആശ്വാസം പകരാൻ കൗൺസിലേഴ്സ് ഉണ്ട് എന്നൊന്നും കുട്ടിക്കറിയില്ലല്ലോ. സ്കൂളിൽ തന്നെ പരാതി പരിഹാര സെല്ലുണ്ടെന്നും കുട്ടിക്കറിയില്ലല്ലോ. പരാതി പരിഹരിക്കാൻ ഈ പ്രിൻസിപ്പളിനെ പോയി കണ്ടാൽ പ്രിൻസിപ്പൾ എന്ത് പറയും? ജോയ്സി എന്ത് പറയും? ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പോയിരിക്കുക എന്നല്ലേ പറയുള്ളൂ. 1.5 മാർക്ക് കുറഞ്ഞതിനാണ് ഈ പീഡനമെന്ന് ആലോചിച്ച് നോക്കുക. ഓണപ്പരീക്ഷയ്ക്കല്ല, ആനുവൽ എക്സാമിനല്ല, അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസിനല്ല, എഞ്ചിനീയറിംഗ് എൻട്രൻസ് അല്ല, ക്ലാസ് ടെസ്റ്റ്, ക്ലാസ്സിൽ നടത്തിയ പരീക്ഷയ്ക്ക് 1.5 മാർക്ക് കുറഞ്ഞതിന് കുട്ടിയെ പീഡിപ്പിച്ച് കൊന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവരെ പിരിച്ചുവിട്ടു എന്ന് മാനേജ്മെന്റ് പറയുന്നു. മാനേജ്മെന്റ് പിരിച്ചുവിട്ടു എന്നൊക്കെ പറയുന്ന വെറും പ്രഹസനമാണ്. ഞാൻ എടുത്ത് ഉദാഹരിക്കാൻ വേറെ സ്കൂളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഉദാഹരിക്കുന്നില്ല. ആ സ്കൂളിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ആ സ്കൂളിലെ അധ്യാപകരുടെ പേരുൾപ്പെടെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല ആ സ്കൂളൊന്നും. ഉദാഹരിക്കാൻ ഒരു സ്കൂളല്ല, 1-ലധികം സ്കൂളുകളുണ്ട്. ഇങ്ങനെ പിരിച്ചുവിടപ്പെട്ട അധ്യാപകർ തിരിച്ചു കയറിയ സ്കൂളുകളും ആഘോഷം നടത്തിയ സ്കൂളുകളും. അതിനെക്കുറിച്ചൊന്നും ഞാൻ മിണ്ടാൻ അറിയാഞ്ഞിട്ടല്ല, മിണ്ടുന്നില്ല. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിട്ടുണ്ട്, പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് പറയുന്നുണ്ട്. ഇവരെയൊക്കെ ആത്മഹത്യാ പ്രേരണ കുറ്റം നടത്തി ജയിലിൽ അടക്കണം. ഒരു വിട്ടുവീഴ്ചയും വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് നൽകരുത്. ഈ പഹയത്തികളെ, തങ്കമെന്ന ടീച്ചറിനെയും ഹെഡായ സ്റ്റെല്ല ബാബുവിനെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ജോയ്സിയെയും ഒക്കെ എടുത്ത് അകത്തിടണം. ഒരാഴ്ച റിമാൻഡിൽ കിടക്കണം. അത് കഴിഞ്ഞിട്ട് ജാമ്യമൊക്കെ കിട്ടുമായിരിക്കും. എടുത്ത് അകത്തിടണം. 1.5 മാർക്കിന് വേണ്ടി ഒരു 14-കാരിയെ ബലി കൊടുത്ത ഈ അധ്യാപകരെ എന്ത് പറയാനാണ്? അധ്യാപകരെന്ന് വിളിക്കാൻ പോലും അർഹതയില്ലാത്ത ഇമാതിരിയുള്ള മനുഷ്യജീവികളെ എന്താണ് വിളിക്കേണ്ടത്? ഈ സ്കൂളിൽ നിന്ന് കഴിയുമെങ്കിൽ രക്ഷിതാക്കൾ കുട്ടികളെ മാറ്റി അടുത്തുള്ള സർക്കാർ സ്കൂളിലൊക്കെ കൊണ്ട് ചേർക്കണം. കുട്ടികളെ സ്വതന്ത്രരായി വളരട്ടെ, നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് സ്വതന്ത്രരായി കളിച്ചും ചിരിച്ചുമൊക്കെ പഠിക്കട്ടെ. അവർ നല്ല മനുഷ്യരായി വളരട്ടെ, ജീവിത വിജയം നേടട്ടെ. വിദ്യാഭ്യാസ മന്ത്രി നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ഊർജ്ജസ്വലമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതികരണം ഊർജ്ജസ്വലമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.